ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവേഴ്സ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ വേറൊരു വെർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഹെൽത്തി വെർഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് നമ്മളുടെ സ്പെഷ്യൽ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാനിപ്പം കാണിക്കാം. ഇങ്ങനൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 4 സ്ലൈസും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ വേറെ സ്ലൈസ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ആ കട്ടിങ്ങിൻ്റെ ഡിഫറൻസ് കാരണം അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ നമ്മൾ 4 സ്ലൈസ് ബ്രെഡും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ആ ബാറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബൗളിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫ്രഷ് മിൽക്കാണേ. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 മുട്ട എടുക്കേണ്ടി വരും കേട്ടോ. ഇത് ഞാൻ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് കൊണ്ടാണ് ഒരു മുട്ട എടുത്തത്. ഇല്ലെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരല്പം സിനമൺ പൗഡർ, ഒരല്പം മതി കേട്ടോ, ഒരു നുള്ള് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര, ഞാനിപ്പം പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പം പൊടിക്കാത്ത പഞ്ചസാര ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിതിങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ സമയം അടിക്കേണ്ടി വരും. കാരണം ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണ്ടേ. അപ്പോൾ അലിഞ്ഞ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പൊടിച്ച് ചേർത്തത് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴം കട്ട് ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറുപഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. റോബസ്റ്റോ എടുക്കാം, അല്ലെങ്കിൽ ഏത്തപ്പഴം വേണമെങ്കിൽ അത് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഞാലിപ്പൂവനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി ചെയ്തെടുക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള പാനാണ്. ഇതിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ബട്ടർ ചെറിയൊരു പീസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ബട്ടർ നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡിൻ്റെ ആ സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പഴം ഉണ്ടല്ലോ, അത് ഓരോ സ്ലൈസായിട്ട് വെച്ച് കൊടുക്കാം. അത് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്കിതിന്. അപ്പം ഞാൻ ആ പഴം വെച്ചൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ഞാൻ ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ ഒരു കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് ആ ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് ഒരുപാട് പൊന്തി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു വശം പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ചെറിയ പീസ് ബട്ടർ വെച്ച് കൊടുക്കാം കേട്ടോ. കുഞ്ഞൊരു പീസ് മതി, അല്ലെങ്കിൽ ഇതിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കരിഞ്ഞു പോകും ബ്രെഡ് പെട്ടെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ബ്രെഡ് ഇപ്പോൾ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എടുക്കാം.
അതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാമെന്നുള്ള ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അടുത്തൊരു ബ്രെഡിൻ്റെ സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് ഒരല്പം പഞ്ചസാര, ഒരു നുള്ള് മതി കേട്ടോ, ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പഴത്തിൻ്റെ ഈ പീസസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ, ഏത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പഞ്ചസാര വെച്ചിട്ടും നമുക്ക് ചെയ്യാം, ഇല്ലാതെയും ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് വീണ്ടും ഇത് നിരത്തി കൊടുക്കാം. വീണ്ടും നമുക്ക് ആ ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ആ പീസ് വെച്ച് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ അപ്പം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കളറിലാണ് കിട്ടുക. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇനിയിപ്പം എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതാ അപ്പം നമ്മളിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ വേറൊരു വെർഷനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ബനാനയൊക്കെ ചേർത്ത് കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ്.